നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണിയിൽ പച്ചക്കറികളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുതിച്ചുയരുന്നു. ഹോർട്ടികോപ്പ് വഴി പച്ചക്കറി സംഭരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ആക്ഷേപം. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തിരുവോണം വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. തൃശൂരിൽ നാളെ യെല്ലോ അലർട്ട്. ദേശമംഗലം തലശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികൾ ഷോക്കേറ്റ് മരിച്ചു. അസം സ്വദേശികളായ ഷെഫീഖുൽ, ഭാര്യ റുക്സാന എന്നിവരാണ് മരിച്ചത്. ഇരുവർക്കും ഷോക്കേറ്റത് കോഴി ഫാമിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന വൈദ്യുതി വേലിയിൽ നിന്ന്. വാണിയമ്പാറയിൽ ആംബുലൻസിൽ 1/4 കിലോയോളം MDMA കടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. പ്രതി റിയാസിനെ പിടികൂടിയത് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നിന്ന്. സ്വന്തമായി വാഹനമില്ലാതെ വലഞ്ഞ് അന്തിക്കാട് എക്സൈസ് ഉദ്യോഗസ്ഥർ. വാഹനം കട്ടപ്പുറത്തായിട്ട് 1.5 വർഷം. വാർത്തകൾ വിശദമായി. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണിയിൽ പച്ചക്കറികളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുതിച്ചുയരുന്നു. ഹോർട്ടികോർപ്പ് വഴി പച്ചക്കറി സംഭരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതാണ് വിലവർദ്ധനവിന് കാരണമെന്നാണ് ആക്ഷേപം. സാധാരണ ഓണാഘോഷങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്ന വിധത്തിലാണ് വില കുതിച്ചുയരുന്നത്. പയറിന് 100 രൂപയായി. 32 രൂപയുണ്ടായിരുന്ന സവാളയ്ക്ക് 60 രൂപയായി. ഒട്ടുമിക്ക പച്ചക്കറികൾക്കും 50 രൂപയ്ക്ക് മുകളിലാണ് വില. ബീൻസ് 110, പാവയ്ക്ക 80, പടവലങ്ങ 80, ചേന 50, കുക്കുംബർ 50 മുതൽ 80 വരെ, ഉള്ളി 100, ഇഞ്ചി തരമനുസരിച്ച് 120 മുതൽ 200 രൂപ വരെ, മുളക് 80, തക്കാളി 35, മത്തൻ 25, വെളുത്തുള്ളി 240 മുതൽ 260 വരെ എന്നിങ്ങനെയാണ് വില. ക്യാരറ്റിന് 100 രൂപയ്ക്ക് അടുത്തായി. നാരങ്ങയ്ക്ക് 180 രൂപയാണ് വില. 30 മുതൽ 40 രൂപ വരെ വർധനവാണ് പച്ചക്കറികൾക്കുണ്ടായിരിക്കുന്നത്. നേന്ത്രക്കായ്ക്ക് 80 രൂപയായി. നേന്ത്രപ്പഴത്തിന് 90 രൂപയിലധികം നൽകണം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളുടെ വരവ് കുറഞ്ഞതും കാലാവസ്ഥാ വ്യതിയാനം മൂലം പ്രാദേശിക ഉൽപ്പാദനം കുറഞ്ഞതും വിലവർദ്ധനവിന് കാരണമായി. പച്ചക്കറി വില വർധനവിനൊപ്പം പഞ്ചസാര, ശർക്കര, അരി ഉൾപ്പെടെയുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വിലയും വൻതോതിൽ വർദ്ധിച്ചത് സാധാരണക്കാരുടെ ഇത്തവണത്തെ ഓണസദ്യയുടെ രുചി കുറയ്ക്കും. TCV ന്യൂസ്, തൃശൂർ. ഓണം മഴയിൽ മുങ്ങുമോ എന്ന് ആശങ്ക. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ തിരുവോണം വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തൃശൂരിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ പൊതുവെ നേരിയ മിതമായ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഇന്നു മുതൽ 25 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഞായറാഴ്ച യെല്ലോ അലർട്ടാണ്. തിങ്കളാഴ്ച തൃശൂർ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും 25-ന് കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രവും അറിയിച്ചു. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, TCV. ദേശമംഗലം തലശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികൾ ഷോക്കേറ്റ് മരിച്ചു. കൂട്ടുപാറക്കുന്നിൽ പ്രവർത്തിക്കുന്ന കോഴി ഫാമിലാണ് അപകടമുണ്ടായത്. കോഴിഫാമിൽ ജോലി ചെയ്തിരുന്ന അസം സ്വദേശികളായ 26 വയസ്സുള്ള ഷെഫീഖുൽ, ഭാര്യ 23 വയസ്സുള്ള റുക്സാന എന്നിവരാണ് മരിച്ചത്. ഇരുവരും ഞായറാഴ്ച രാവിലെ 9 മണിയോടെ താമസ സ്ഥലത്ത് നിന്ന് കോഴിഫാമിലേക്ക് വന്നപ്പോഴായിരുന്നു സംഭവം. കോഴിഫാമിന് ചുറ്റും വന്യമൃഗങ്ങളെ തുരത്താനായി സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുതി വേലിയിൽ നിന്നാണ് ഷോക്കേറ്റത്. ഇറുമ്പകശ്ശേരി സ്വദേശി അഷ്റഫ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് കോഴിഫാം. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇവർക്ക് 2ഉം 3ഉം വയസ്സായ 2 കുട്ടികളുണ്ട്. ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് KP സന്ധ്യ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി. TCV ന്യൂസ്, ചെറുതുരുത്തി. ആംബുലൻസിൽ 1/4 കിലോയോളം MDMA കടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. സാഹസികമായാണ് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നിന്നും പ്രതിയായ റിയാസിനെ പോലീസ് പിടികൂടിയത്. കല്ല് റിയാസ് എന്ന ഗുരുവായൂർ ചൊവ്വലൂർപ്പടി സ്വദേശി അമ്പലത്ത് വീട്ടിൽ റിയാസാണ് അറസ്റ്റിലായത്.
കഴിഞ്ഞ മെയ് 26-ന് വാണിയമ്പാറയിൽ വെച്ചാണ് ലഹരിമരുന്ന് പിടികൂടിയത്. ഈ കേസിൽ അറസ്റ്റിലായ രണ്ടുപേരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് കേസിലെ മുഖ്യ കണ്ണിയായ റിയാസിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ ഇയാളെ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നിന്നാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. മാസവാടക 1.5 ലക്ഷത്തോളം വരുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. 150ഓളം സുരക്ഷാ ജീവനക്കാർ കാവലുണ്ടായിരുന്നു. ഫ്ളാറ്റിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയം നിരീക്ഷിച്ചതിനു ശേഷം പ്രതിയെ സാഹസികമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് പല മാർഗങ്ങളിലായി ലഹരി കടത്തുന്ന സംഘങ്ങളുടെ തലവനാണ് പിടിയിലായ റിയാസ് എന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ സിറ്റി നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഷിബു, പോലീസ് ഉദ്യോഗസ്ഥരായ വി അമീർ അലി, ടി വി ജീവൻ, കെ ബി വിപിൻദാസ്, എസ് ലാലു, കെ ബി നിവ്യ, മിഥുൻ, വൈശാഖ് രാജ്, സ്റ്റിയോ ജോസ്, നിതീഷ്, സംഗീത്, അരുൺ, രാഹുൽ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. ലഹരി സംഘങ്ങൾ വരെ ഹൈടെക്കായി മാറിയ ഇക്കാലത്ത് അവരെ പിടികൂടാൻ സ്വന്തമായ ഒരു വാഹനം പോലുമില്ലാതെ വലയുകയാണ്. അന്തിക്കാട് എക്സൈസ് പെട്രോളിംഗിനായി ആകെയുണ്ടായിരുന്ന വാഹനം കട്ടപ്പുറത്തായിട്ട് 1.5 വർഷം പിന്നിട്ടു. ഉപയോഗശൂന്യമായി തുരുമ്പെടുത്തു കിടക്കുന്ന വാഹനങ്ങൾ തന്നെ അന്തിക്കാട് എക്സൈസ് റേഞ്ചിലെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കും. അന്തിക്കാട് എക്സൈസിന്റെ പെട്രോളിംഗ് സംവിധാനം നിശ്ചലമായിട്ട് 1.5 വർഷത്തോളമായി. ഡ്രൈവർ തസ്തിക ഇല്ലാത്തതിനാൽ മറ്റ് റേഞ്ചുകളിൽ നിന്ന് പുറന്തള്ളുന്ന പഴകിയ വാഹനങ്ങളാണ് മുൻപ് ഇവിടെ എത്തിച്ചിരുന്നത്. ഇപ്പോൾ ഡ്രൈവർ തസ്തിക അനുവദിച്ചെങ്കിലും പുതിയ വാഹനം മാത്രം എത്തിയില്ല. ലഹരി വിൽപ്പനയെക്കുറിച്ചോ ഉപയോഗത്തെക്കുറിച്ചോ വിവരം ലഭിച്ചാൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് റെയ്ഡിനായി ആകെയുള്ള ആശ്രയം സ്വന്തം ഇരുചക്ര വാഹനങ്ങളാണ്. കൂടുതൽ ഉദ്യോഗസ്ഥർ പോകേണ്ട സാഹചര്യങ്ങളിൽ വാടക വാഹനം വിളിച്ചു വരുത്തണം. വണ്ടി സംഘടിപ്പിച്ച് എക്സൈസ് സംഘം സംഭവസ്ഥലത്ത് എത്തുമ്പോഴേക്കും ലഹരി സംഘങ്ങൾ സ്ഥലം വിട്ടിട്ടുണ്ടാകും. കോൾ മേഖലകളും ഉൾപ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ അടക്കം കണ്ണികളാക്കി ലഹരി സംഘങ്ങൾ വിലസുമ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർ കാഴ്ചക്കാരാവുകയാണ്. സർക്കാർ വലിയ പ്രചരണമൊക്കെ നടത്തുന്നുണ്ട്, MDMA-ക്കെതിരെ മറ്റേന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ എക്സൈസ് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള ജീപ്പുകള് ഇതൊക്കെ കട്ടപ്പുറത്താണ്. അപ്പൊ ഇപ്പോ ജീപ്പില്ല ഇവിടെ. വളരെ ഗൗരവമായിട്ട് ഇടപെടേണ്ട കാര്യമാണിത്. 5 പഞ്ചായത്തുകള് ചേർന്ന വലിയ പ്രദേശമാണ് ഈ എക്സൈസിന് വേണ്ടിയിട്ട് ഉള്ളത്. അവിടേക്കൊക്കെ ഓടിയെത്താൻ ബൈക്കുമ്മലാണ് ഈ ഉദ്യോഗസ്ഥന്മാർ പോകുന്നത്. ആത്മാർത്ഥമായിട്ട് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ പ്രവർത്തിക്കാൻ തയ്യാറുണ്ട്. പക്ഷെ അതിനാവശ്യമുള്ള വാഹനങ്ങൾ ഇല്ലാത്തൊരു പ്രശ്നം വളരെ ഗൗരവമാണ്. മാത്രമല്ല മാഫിയകള്, ഈ കഞ്ചാവ്, അതുപോലെ തന്നെ മദ്യമാഫിയകള്, കഞ്ചാവ് മാഫിയൊക്കെ നല്ലോണം വിലസുന്ന ഗുണ്ടാ സംഘങ്ങളൊക്കെ വിലസുന്ന ഒരു പ്രദേശമാണ്. ചേരിതിരിഞ്ഞുള്ള ഗുണ്ടാക്രമണങ്ങളും കൊലപാതകങ്ങളും ലഹരിക്കടത്തും വർദ്ധിക്കുന്ന അന്തിക്കാട് റേഞ്ചിലാണ് ഈ അവഗണന. തൊട്ടടുത്ത ചേർപ്പ്, കോലഴി എന്നീ റേഞ്ചുകളിലും ജീപ്പില്ലാത്ത അവസ്ഥയുണ്ട്. TCV ന്യൂസ്, അന്തിക്കാട്. ചിങ്ങമാസത്തിലെ ശുഭമുഹൂർത്തത്തിൽ ഗുരുവായൂരിൽ നടന്നത് 444 വിവാഹങ്ങൾ. വിവാഹങ്ങൾക്കായി 6 മണ്ഡപങ്ങളാണ് ഒരുക്കിയിരുന്നത്. ഗുരുവായൂർ തിരുനടയിൽ കല്യാണമേളമാണ്. ചിങ്ങത്തിലെ ഏറ്റവും മുഹൂർത്തമുള്ള ദിനമായ ഇന്ന് 444 വിവാഹങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ ഇത്രയേറെ വിവാഹങ്ങൾ ഒരു ദിവസം നടക്കുന്നത്. പുലർച്ചെ 4 മണിക്ക് വിവാഹങ്ങൾ ആരംഭിച്ചിരുന്നു. കണ്ണൂർ സ്വദേശിയുടെ വിവാഹമാണ് ആദ്യം നടന്നത്. ചെയർമാൻ AV ഗോപിനാഥ് ബദ്രദീപം കൊളുത്തിയതോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് 5 കല്യാണ മണ്ഡപങ്ങളിലാണ് വിവാഹങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം ഇവിടെ 5 കല്യാണ മണ്ഡപങ്ങൾ, ഒപ്പം തന്നെ പ്രത്യേകമായി സജ്ജമാക്കിയ ഒരു കല്യാണ മണ്ഡപം കൂടി. മൊത്തം 6 കല്യാണ മണ്ഡപങ്ങളിലാണ് വിവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായുള്ള കല്യാണങ്ങൾ പുലർച്ചെ 4 മണി മുതൽ ആരംഭിച്ചിട്ടുള്ള കല്യാണം തുടരുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇത്രയേറെ കല്യാണങ്ങളുണ്ടെങ്കിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ദേവസ്വം അതിൻ്റെ ക്രമീകരണങ്ങൾ കൃത്യമായി ഒരുക്കിയിരുന്നല്ലേ ചെയർമാൻ AV ഗോപിനാഥ് തന്നെ പറയുന്നു. ഞങ്ങൾ ഈ വിവാഹത്തിന് മുൻകൂട്ടി കണ്ട് തന്നെ എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. ഗുരുവായൂരിൻ്റെ ചരിത്രത്തിൽ 444 കല്യാണം രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു. ആ വിവാഹം സുഗമമായി എല്ലാവർക്കും ഒരു നിയന്ത്രണവുമില്ല. എല്ലാവർക്കും ആ കല്യാണത്തിൽ പങ്കെടുക്കാം. യാതൊരു നിയന്ത്രണവും വയ്ക്കാത്ത രീതിയിലുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കി. ദീർഘമായ കാഴ്ചപ്പാടുകൂടി പല കോൺഫറൻസുകളും നടത്തി. പോലീസ് വലിയ സഹായം ചെയ്തു. വഴിയിൽ എവിടെയും ബ്ലോക്കില്ല. ആത്മാർത്ഥമായി പോലീസിൻ്റെ സഹായം ഉണ്ടായി. ദേവസ്വത്തിൻ്റെ ജീവനക്കാർ എല്ലാവരും ഇന്ന് ഈ സ്ഥലത്തുണ്ട്. ഫയർ സർവീസ് ഉണ്ടായിട്ടുണ്ട്, ആശുപത്രി ജീവനക്കാരുണ്ടായിട്ടുണ്ട്, ആയുർവേദക്കാരുണ്ട്, ആംബുലൻസ് ഉണ്ടായിട്ടുണ്ട്, ഫയറിൻ്റെ വണ്ടിയുണ്ട്. എല്ലാം ഞങ്ങൾ ഓരോ ഭാഗത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ശരി, തീർച്ചയായും അതായത് 444 വിവാഹങ്ങൾ നടക്കുന്നു എന്ന ഒരു ഫീൽ നമുക്ക് അനുഭവപ്പെടില്ല. കാരണം അത്രയേറെ സജ്ജീകരണങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു.
ഈ വിവാഹ സംഘങ്ങൾക്ക് പ്രത്യേകമായി ടോക്കൺ കൊടുത്തുകൊണ്ടാണ് ഓരോ സംഘങ്ങളായി ഇതിലേക്ക് കടന്നു വരുന്നത്. അതുമാത്രമല്ല അവർക്ക് വിവാഹം കഴിഞ്ഞാൽ ഇവിടെ വന്ന് തൊഴാനുള്ള സൗകര്യങ്ങളും ഒരുക്കും. ഇതേ സമയം തന്നെ ദർശനത്തിനുള്ള സൗകര്യങ്ങളും ഇത് സമാന്തരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കിഴക്കേ ഗോപുരനടയിലൂടെ കടത്തിയുള്ള ദർശനത്തിനുള്ള സൗകര്യങ്ങളും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കിയത് കൊണ്ട് തന്നെ ഏറെ തിരക്കുകളില്ലാതെ വിവാഹം ഭംഗിയായി തന്നെ ഗുരുവായൂർ നടന്നു. 444 വിവാഹങ്ങൾ ഗുരുവായൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരേ ദിവസം ഇത്രയേറെ വിവാഹങ്ങൾ. ഒപ്പം തന്നെ പോലീസിൻ്റെ സഹായവും ഉൾപ്പെടെയുണ്ട്. വാഹന ഗതാഗത നിയന്ത്രണമുണ്ട്. വലിയ തിരക്കാണ് ഗുരുവായൂരിൽ അനുഭവപ്പെടുന്നു. ചിങ്ങത്തിലെ ഏറ്റവും മുഹൂർത്തമുള്ള ഈ നാളിൽ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ റോയിയോടൊപ്പം മുകേഷ് ലാൽ. വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കർശന നടപടിക്ക് നിർദ്ദേശിച്ച് ഹൈക്കോടതി. ഒന്നിലേറെ നിയമലംഘനങ്ങളുണ്ടെങ്കിൽ ഓരോന്നിനും 5000 രൂപ വീതം പിഴ ഈടാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അനുവദനീയമായതിൽ കൂടുതലായി ഒരു ലൈറ്റും വാഹനത്തിൽ ഘടിപ്പിക്കരുത്. വീതിയേറിയ ടയറുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾക്കെതിരെ നടപടി കർശനമാക്കണം. അതിതീവ്ര വെളിച്ചമുള്ള LED ലൈറ്റുകൾ, കളർ ലൈറ്റുകൾ എന്നിവ അനുവദനീയമല്ല. ഇത്തരം ലൈറ്റുകൾ കാൽനടക്കാരെയും മറ്റു വാഹനങ്ങളെയും അപകടത്തിലാക്കുമെന്ന് കോടതി വിലയിരുത്തി. ശബ്ദവും തീയും ഉണ്ടാക്കുന്ന പുകക്കുഴലുകൾ അപകട സാധ്യത സൃഷ്ടിക്കുന്നതാണ്. ഇത് കർശനമായി നിയന്ത്രിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. റോഡ് സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എല്ലാ മോഡിഫിക്കേഷനിലും പോലീസും MVDയും കർശന നടപടിയെടുക്കണം. ഒന്നിലേറെ നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ ഓരോന്നിനും 5000 രൂപ വീതം പിഴ ഈടാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സ്വീകരിച്ച നടപടികൾ അടുത്ത മാസം 7-ന് അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. പ്രളയപ്രവർത്തനത്തിനെത്തിയ വണ്ടിക്ക് ആകെ 5000 രൂപ മാത്രം പിഴ ചുമത്തിയതിൽ കോടതി അസന്തുഷ്ടി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് TCV. പെരിഞ്ഞനത്തിന് കടയുടമയായ സ്ത്രീയുടെ സ്വർണമാല കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. എമ്മാട് കാരേപ്പറമ്പിൽ വീട്ടിൽ സനോജ് കെ ഫസൽ, കഴുവിലങ്ങ് മാടത്തിങ്കൽ വീട്ടിൽ ഫാസിൽ, നൌഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഈ മാസം 16-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പെരിഞ്ഞനം സ്മാരകം സ്കൂളിന് സമീപം പലചരക്ക് കട നടത്തുന്ന ജ്യോതിയുടെ 1.25 പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് പ്രതികൾ കവർന്നത്. കൊടുങ്ങല്ലൂർ DYSP R രതീഷ് കുമാർ, കയ്പമംഗലം സബ് ഇൻസ്പെക്ടർ K രഞ്ജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വരാക്കര ഉണ്ണിമിശിഹ പള്ളിയിലെ ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം. പള്ളിയുടെ 2 കപ്പേളകൾക്ക് മുന്നിലുള്ള 4 ഭണ്ഡാരങ്ങളുടെ താഴ് തകർത്താണ് മോഷണം നടത്തിയത്. ഞായറാഴ്ച പുലർച്ചെ ബൈക്കിലെത്തിയ 2 പേരാണ് മോഷണം നടത്തിയത്. മോഷണത്തിന്റെ ദൃശ്യങ്ങൾ പള്ളിയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. രാവിലെ പള്ളി അധികൃതർ എത്തിയപ്പോഴാണ് ഭണ്ഡാരം തകർത്ത നിലയിൽ കണ്ടത്. വരന്തരപ്പള്ളി പോലീസിൽ പരാതി നൽകി. കണ്ണശാങ്കടവ് പാലത്തിനു മുകളിൽ ബസ്സിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു. കാരമുക്ക് വിളക്കുംകാലിന് തെക്ക് ഏരൂർ ശിവക്ഷേത്രത്തിന് സമീപം മാങ്ങാട്ടുകര വീട്ടിൽ 65 വയസ്സുള്ള മോഹനനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. തൃശൂർ അഞ്ചങ്ങാടി റൂട്ടിലോടുന്ന കാശിനാഥൻ എന്ന ബസ്സാണ് ഇടിച്ചത്. ഗുരുതര പരിക്കേറ്റ മോഹനെ വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളം ചാട്ടുകുളത്ത് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ 2 ബസ്സുകളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. വെള്ളിയാഴ്ച നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടെ കുഴഞ്ഞു വീണ് ചികിത്സയിലായിരുന്ന തൃശൂർ സ്വദേശി റിയാദിൽ മരിച്ചു. ചേലക്കര തൊഴുപാടം കുറുക്കൻ മൂച്ചിക്കൽ വീട്ടിൽ 41 വയസ്സുള്ള അബ്ബാസാണ് മരിച്ചത്. കുഴഞ്ഞുവീണ അബ്ബാസിനെ സുഹൃത്തുക്കളുടൻ തന്നെ ആംബുലൻസിൽ ആശുപത്രിയിലെത്തിച്ച് അടിയന്തര വൈദ്യസഹായം നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി റിയാദിൽ മെഡിക്കൽ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 3 മാസം മുൻപാണ് അവധിക്ക് നാട്ടിലെത്തിയത്. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതിരപ്പിള്ളി പിള്ളപ്പാറയിൽ റോഡിന് കുറുകെ ചാടിയ മ്ലാവിനെ കാറിടിച്ചു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. വൈശ്ശേരി പുല്ലാട്ട് അനൂപിന്റെ കാറിനു നേരെയാണ് മ്ലാവ് ചാടിയത്. സംഭവത്തിൽ വനപാലകർ കേസെടുത്തു.
ഗുരുവായൂരിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റിലെ ലിഫ്റ്റിനുള്ളിൽ 1 മണിക്കൂറോളം കുടുങ്ങിക്കിടന്ന 3 വയസ്സുകാരനടക്കം 6 പേരെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. തമിഴ്നാട് കരൂർ സ്വദേശികളായ ദിനേശ്, ലാവണ്യ, ഇളവരശി, ലത, തമിഴ്നാട് ഇനിയൻ, ബാലാമിത്രൻ എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. 6 നിലകളുള്ള കെട്ടിടമായ വൈകുണ്ഠം അപ്പാർട്ട്മെന്റിൽ 3-ാം നിലയിലാണ് ലിഫ്റ്റിന്റെ സാങ്കേതിക തകരാറ് മൂലം ഇവർ കുടുങ്ങിയത്. ഫയർ സ്റ്റേഷൻ ഓഫീസർ SD സജിത് ലാലിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇടവേള. PL വേൾഡ് ഓഫ് കംഫർട്ട്. മെത്തകൾ, സോഫകൾ, സോഫ കം ബെഡുകൾ, പില്ലോകൾ കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസുകളുടെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. മെഗാ ഓണം ഓഫർ. ഒരു സോഫ കം ബെഡ് അല്ലെങ്കിൽ ഒരു റിക്ലൈനർ ഫ്രീ ആയി സ്വന്തമാക്കാം. ഇനി എന്തിനു കാത്തിരിക്കണം? ഇന്ന് തന്നെ സന്ദർശിക്കൂ PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ, തൃശൂർ. Elista Golden Diamonds, Pallikulam Road, Thrissur. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തകളിലേക്ക്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ കേരള പോലീസ് മേധാവി റാവാഡ ആസാദ് ചന്ദ്രശേഖർ, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് എന്നിവർ ദർശനം നടത്തി. ദേവസ്വം ഓഫീസർ ശ്രീരാജ് ഇരുവരെയും സ്വീകരിച്ചു. ദേവസ്വം ഓഫീസർ ഇരുവർക്കും ധന്വന്തരി ഛായാചിത്രം സമ്മാനിച്ചു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ജില്ലാ കരാട്ടെ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ നടന്നു. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് രാജൻ ജയപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് ജോയ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് C. സുമേഷ്, ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി KR സുരേഷ്, ജില്ലാ കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് CPCG, കേരള ഒളിമ്പിക് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ സ്റ്റാൻലിൻ റാഫേൽ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ, KR സാംബശിവൻ, ആര്യ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1000-ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. ഇനി ഓണം പൊന്നോണം. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ.
സ്നേഹം പോലെ പരിശുദ്ധം. എല്ലാവർക്കും KSFEയുടെ ഹൃദ്യമായ ഓണാശംസകൾ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഓരോ പൊന്നും ഹോൾസെയിൽ വിലയിൽ. PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ്ഫോർഡ് ജംഗ്ഷൻ, തൃശൂർ. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസിന്റെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. ഓണക്കാലമായതോടെ ചിറ്റാട്ടുകരയിലും പരിസരങ്ങളിലും പപ്പട നിർമ്മാണം ഊർജിതമായി. തലമുറകളായി പപ്പട നിർമ്മാണം നടത്തുന്ന നിരവധി കുടുംബങ്ങൾ ചിറ്റാട്ടുകരയിലുണ്ട്. ശുദ്ധമായ ഉഴുന്നുമാവും ഉപ്പും ചേർത്ത് കുഴയ്ക്കുന്നതോടെ പരമ്പരാഗത രീതിയിലുള്ള പപ്പട നിർമ്മാണത്തിന് തുടക്കമാകും. ഇവ ചെറിയ ഉരുളകളാക്കി അരിമാവ് ചേർത്ത് പരത്തിയെടുക്കും. ഉപ്പുവെള്ളത്തിൽ മുക്കി ഉണക്കിയെടുക്കുന്ന ചണച്ചാക്കിൽ വെച്ച് ഉണക്കിയെടുക്കുന്നതോടെ പപ്പടം തയ്യാർ. ആനയടി പപ്പടം, ചെറിയ പപ്പടം, മുളക് പപ്പടം, മസാല പപ്പടം, ജീരക പപ്പടം തുടങ്ങി വിവിധ രുചികളിലും വലിപ്പത്തിലുമായി 20ഓളം ഇനം പപ്പടങ്ങളുണ്ട്. കാര്യമായ വരുമാനമില്ലാത്തതിനാൽ പുതിയ തലമുറയിലുള്ളവർ ഈ രംഗത്തേക്ക് കടന്നു വരുന്നില്ല. അസംസ്കൃത വസ്തുക്കളുടെ വിലയും തൊഴിലാളികളുടെ കൂലിയും വർദ്ധിച്ചതനുസരിച്ച് പപ്പടത്തിന് വിലയും ലഭിക്കുന്നില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിലക്കുറവിൽ പപ്പടം വിപണിയിലെത്തുന്നതും ഈ തൊഴിൽ മേഖലയ്ക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്നതായി കാക്കശ്ശേരിയിലെ പാരമ്പര്യ പപ്പട നിർമ്മാണ കേന്ദ്രമുടമ വടക്കത്ത് പ്രതാപൻ പറഞ്ഞു. ഇപ്പോൾ ഈ തൊഴിലില് ഭയങ്കരധികം പ്രശ്നങ്ങളാണ്. നമുക്ക് തൊഴിലാളികളെ വിചാരിച്ച പോലെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ മാവ് സാധനങ്ങൾക്കൊക്കെ വില കൂടുതൽ, കവറ്, എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. അപ്പോൾ നമുക്ക് തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര പ്രയാസമുണ്ട്. അതുപോലെ മാർക്കറ്റിൽ വിചാരിച്ച പോലെ റേറ്റ് കിട്ടാത്ത പ്രയാസങ്ങൾ. ഇപ്പോൾ ഈ മിഷൻ പപ്പടം വന്നതിന് ശേഷം നമുക്ക് മാർക്കറ്റിൽ വില തീരെ കൂട്ടി കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് പണിക്കൂലി കുറവായിട്ട് വരുള്ളൂ, നമ്മൾ പണിക്കൂലി എപ്പോഴും കൂടുതൽ വരും. അപ്പോൾ മാർക്കറ്റിൽ ആ വ്യത്യാസം വരുമ്പോൾ നമ്മളെ പപ്പടം വാങ്ങാനായിട്ട് ആൾക്കാർ കുറവാണ്. മുൻപ് 70-ലേറെ പാരമ്പര്യ പപ്പട നിർമ്മാണ യൂണിറ്റുകൾ ചിറ്റാട്ടുകര മേഖലയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ 30-ൽ താഴെ യൂണിറ്റുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. യന്ത്രവൽക്കരണം കൊണ്ടുവന്ന് പ്രതിസന്ധി മറികടക്കാനാണ് ചില യൂണിറ്റുകളുടെ ശ്രമം. പാരമ്പര്യ നിർമ്മാണ മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും പപ്പടമില്ലാത്ത ഓണസദ്യയെക്കുറിച്ച് മലയാളികൾക്ക് ചിന്തിക്കാനാകില്ലെന്നത് വേറെ കാര്യം. TCB ന്യൂസ്, പാവറട്ടി. തൃശൂരിൽ ഓണത്തിന്റെ മേളപ്പൊരുക്കം കൊട്ടിക്കയറുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓണാവധിക്കായി അടച്ചതോടെ വിപണികളിൽ തിരക്കേറി. അത്തം നാളിൽ തെക്കേ ഗോപുരനടയിൽ സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയ മെഗാ പൂക്കളത്തോടെയാണ് തൃശൂരിന്റെ ഓണാഘോഷത്തിന് വിളംബരമായത്. 62 അടി വ്യാസത്തിൽ 2000 കിലോ പൂക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഭീമൻ പൂക്കളത്തിൽ വിരിഞ്ഞത് സാംസ്കാരിക നഗരിയുടെ അഭിമാന വർണ്ണം കൂടിയായിരുന്നു. അത്തം നാളിൽ തന്നെ കുമ്മാട്ടി മഹോത്സവത്തിനും അടുത്ത ദിവസം പുലിക്കളിക്കും നടുവിലാലിൽ മേയർ കൊടിയുയർത്തി. ഇതോടെ ഓണത്തിന്റെ ആരവങ്ങളിലേക്ക് ഉയർന്ന നഗരത്തിൽ പൂവിപണിയാണ് ആദ്യം സജീവമായത്. വിവിധ സ്ഥാപനങ്ങളും ക്ലബ്ബുകളും പൂക്കള മത്സരങ്ങൾ ആരംഭിച്ചതോടെ പൂക്കച്ചവടം ഉഷാറായി. തേക്കിൻകാട് മൈതാനത്ത് മറ്റ് കച്ചവടക്കാരും അങ്ങിങ്ങായി ഇടം പിടിച്ചു. വസ്ത്ര ഗൃഹോപകരണശാലകൾ വൻ ഓഫറുകളുമായി കളം നിറഞ്ഞതോടെ അവിടേക്കും ജനങ്ങളുടെ ഒഴുക്കാണ്. ഇടയ്ക്ക് മഴമേഘങ്ങൾ എത്തി നോക്കുന്നുണ്ടെങ്കിലും പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥ വ്യാപാരികളുടെ മനം നിറയ്ക്കുന്നു. സ്കൂൾ കോളേജ് മുറ്റങ്ങൾ പരീക്ഷകൾക്ക് ശേഷം ഓണാഘോഷത്തിന് നാടമുറിച്ചതോടെ ആവേശം ഉച്ചസ്ഥായിയിലായി. പായസമേളകളും വ്യാപാരമേളകളുമൊക്കെ ആരംഭിച്ചതോടെ നിന്നു തിരിയാനിടമില്ലാത്ത വിധം നഗരം ആൾത്തിരക്കിൽ അലിയുകയാണ്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തിരക്കേറി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ 25 മുതൽ 29 വരെ തേക്കിൻകാട് മൈതാനത്ത് നടക്കും. കലാസന്ധികളടക്കം വിപുലമായ പരിപാടികളാണ് ഈ ദിവസങ്ങളിൽ അരങ്ങേറുക. ഈ നാളുകളിൽ വിശേഷം ചോദിച്ച് കുമ്മാട്ടികൾ നാട്ടുവഴികളിലും നഗരവീഥികളിലും ഊരുചുറ്റാനെത്തും. പിന്നെ നാലോണ നാളിൽ തൃശൂരിന്റെ സ്വന്തം പുലിക്കളി മഹോത്സവവും. മടകളിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അരമണി കിലുക്കി, കുടവയർ കുലുക്കി, വരയൻ പുലിയും പുള്ളിപ്പുലിയുമൊക്കെ നിറഞ്ഞാടുമ്പോൾ അതിൽ ചില മറുപടികൾ കൂടി കരുതി വെച്ചിട്ടുണ്ടാകും. TCB ന്യൂസ്, തൃശൂർ. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. എല്ലാവർക്കും KSFEയുടെ ഹൃദ്യമായ ഓണാശംസകൾ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
ഓരോ പൊന്നും ഹോൾസെയിൽ വിലയിൽ. PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ് ഫുഡ് ജംഗ്ഷൻ, തൃശൂർ. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസിന്റെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ചാവക്കാട് ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ നടന്ന സെമിനാർ ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ PF ശ്രീജ അധ്യക്ഷത വഹിച്ചു. GK ഗിരീഷ്, TU ജെയ്സൺ, അനിത C മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കാലം തെറ്റിയ പൂക്കാലത്തിൽ പൊലിഞ്ഞ പൂക്കളെ സുഗന്ധമുള്ളതാക്കി എരവത്തൂരിലെ സ്ത്രീ കൂട്ടായ്മ. ഉണങ്ങിയ ചെണ്ടുമല്ലിപ്പൂക്കൾ ഉപയോഗിച്ച് ഇവർ നിർമ്മിച്ച ചന്ദനത്തിരികൾ വിപണിയിൽ ഹിറ്റാണ്. കഴിഞ്ഞ വർഷം ഓണക്കാല വിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ ചെണ്ടുമല്ലി ചെടികൾ 1.5 മാസം മുൻപ് പൂവണിഞ്ഞപ്പോൾ ആർക്കും വേണ്ടാതായെങ്കിലും എരവത്തൂരിലെ സ്ത്രീ കൂട്ടായ്മയിലെ അംഗങ്ങൾ നിരാശരായില്ല. എരവത്തൂർ സ്വദേശി മാട്ടാലുക്കൽ വീട്ടിൽ അബിതയും സുഹൃത്തുക്കളായ വിദ്യ മനോജ്, ബേബി പ്രേമൻ, മിനി സുബ്രഹ്മണ്യൻ എന്നിവരും ചേർന്ന് ചെണ്ടുമല്ലിപ്പൂക്കളെ ഉണക്കി സൂക്ഷിച്ചു. പിന്നീട് അബിത കാർഷിക സർവകലാശാലയിൽ പരിശീലനം നേടി ചന്ദനത്തിരി നിർമ്മാണത്തിലേക്ക് കടന്നപ്പോൾ ഉണക്കിയ ചെണ്ടുമല്ലിപ്പൂക്കളെ പ്രയോജനപ്പെടുത്തി. ഈ ഓണത്തിന് ഇവർ ചെണ്ടുമല്ലി കൃഷി ചെയ്തില്ലെങ്കിലും കഴിഞ്ഞ വർഷത്തെ ഉണക്കിയ പൂക്കൾ ഉപയോഗിച്ച് ചന്ദനത്തിരി വിപണിയിലിറക്കി. 10 സെന്റ് സ്ഥലത്ത് നിന്ന് വിളവെടുത്ത 75 കിലോയോളം പൂക്കളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ട് മുഴുവനായിട്ട് വിറ്റുപോയില്ല. കാരണം ഞങ്ങളുടെ പൂ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു. മിച്ചം വന്നപ്പോ എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശങ്ക ഉണ്ടായി. മണ്ണുത്തിയിലെ കുടുംബശ്രീയുടെ അതില് ഒരു ട്രെയിനിങ് വന്നിരുന്നു. പൂവ് സംസ്കരിച്ചിട്ട് അതിൽ നിന്ന് ചന്ദനത്തിരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് അത് ഉണക്കി സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ചന്ദനത്തിരി ഉണ്ടാക്കി സെയില് പോകുന്നുണ്ട്. IFCയുടെ കീഴില് ഇപ്പൊ 2-3 പ്രാവശ്യമായിട്ട് സെയിൽ ചെയ്തു. IFCയുടെ ഉദ്ഘാടനത്തിന് പിന്നെ ചന്തയിൽ വെക്കാറുണ്ട്. ഇനിയിപ്പോ കുറച്ചും കൂടി കൂടുതലായിട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ചന്ദനത്തിരിയിൽ മരപ്പൊടിക്ക് പകരമായി ഉണക്കിപ്പൊടിച്ച ചെണ്ടുമല്ലി പൂക്കളാണ് ഉപയോഗിക്കുന്നത്. പൂവ് കൂടാതെ കൊത്തുമരപ്പൊടി, സുഗന്ധ എണ്ണ, കരിപ്പൊടി എന്നിവയാണ് ചന്ദനത്തിരി നിർമ്മാണത്തിന് ആവശ്യമുള്ളത്. സൗഗന്ധിക എന്ന പേരിലുള്ള ചന്ദനത്തിരി നിർമ്മാണം ഇപ്പോൾ പൂർണ്ണമായി കൈക്കൊണ്ടാണെങ്കിലും വൈകാതെ യന്ത്രവൽക്കരണത്തിലേക്ക് കടക്കാനാണ് ശ്രമം. TCV ന്യൂസ്, മാള. തൃശൂർ കോർപ്പറേഷൻ എൽത്തുരുത്ത് ഡിവിഷനിലെ ഓണാഘോഷം ഒളരിയിൽ നടന്നു. മേയർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ ഷാജു കുണ്ടോളി അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ലിഷോയ്, പ്രകാശൻ, സണ്ണി തോലകത്ത്, രാജു എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് MV മിനി അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഔസേബ്, കൃഷി ഓഫീസർ VU ദിവ്യ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ PK ജിഷ, EK വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊലിമ പുതുക്കാട് പദ്ധതിയുടെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്തിലെ 21-ാം വാർഡ് കുടുംബശ്രീ ADS കൃഷി ചെയ്ത ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CC ബിജു അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ വൃന്ദ ഭാസ്കരൻ, ADS അംഗം VV ശ്രീന, കുടുംബശ്രീ ADS അംഗങ്ങളായ ശ്രുതി അഭിലാഷ്, സജ്ന ദിലീപ്, നീതു അപ്പാടൻ, ബീന പാലക്കാടൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി നടത്തിയത്. സിൽജാദേവി രചന നിർവഹിച്ച മുക്കുറ്റി ഓണപ്പാട്ട് വീഡിയോ ആൽബത്തിന്റെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയിൽ സംഘടിപ്പിച്ചു. കവി പ്രകാശൻ ഇഞ്ചക്കുണ്ട് സ്വിച്ച് ഓൺ നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഗാനരചയിതാവുമായ പ്രവീൺ M. കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഷോർട്ട് ഫിലിം സംവിധായകൻ സുധീർ വെള്ളിക്കുളങ്ങര, മ്യൂസിക് ഡയറക്ടർ കലേഷ്, വായനശാല സെക്രട്ടറി ഷാജു കാവുങ്ങൽ, EH സഹീർ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം പുത്തമ്പള്ളി മഹലിൽ നബിദിനത്താഘോഷത്തോടനുബന്ധിച്ച് മിലാദ് എക്സ്പോയ്ക്ക് തുടക്കമായി. 10ഓളം സ്റ്റാളുകളിലായി ആധുനിക സാങ്കേതികവിദ്യയും പൗരാണികതയും സമന്വയിപ്പിച്ചാണ് എക്സ്പോ ഒരുക്കിയിരിക്കുന്നത്. മഹല്ല് പ്രസിഡന്റ് സിദ്ദിഖ് ഹാജി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ട്രഷറർ KS ഉമർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി അബ്ദുൽ അസീദ്, പ്രോഗ്രാം കൺവീനർ ഷാജി മതിലകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.
വാസുദേവപുരം ക്ഷേത്രസമിതിയുടെയും കൃഷ്ണാലയം കലാകേന്ദ്രയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ശില്പശാലയ്ക്ക് തുടക്കമായി. കലാമണ്ഡലം ഹൈമവതി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് ശ്രീജിത്ത് വടശ്ശേരി അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം സെക്രട്ടറി അനൂപ് കീരങ്ങാട്ട്, നൃത്ത അധ്യാപകരായ അനുശ്രീ കരിക്കന്ത്ര, അഖില കെ അനന്തരാമൻ, കലാകേന്ദ്ര മാനേജർ രാധാകൃഷ്ണൻ, സംഗീതാധ്യാപിക ആര്യ ശിവദാസ് എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളന വേദിയിലെ അവതരണത്തെ തുടർന്ന് ചർച്ചയായ മിസ ദി ലാസ്റ്റ് ബ്രീത്ത് എന്ന നാടകം കൊടുങ്ങല്ലൂരിൽ അവതരിപ്പിക്കും. CPM എറിയാട് ലോക്കൽ കമ്മിറ്റിയാണ് വേദി ഒരുക്കുന്നത്. അഹമ്മു അബ്ദുൽ ഖാദർ രക്തസാക്ഷി ദിനമായ സെപ്റ്റംബർ 17 എറിയാട് ചേരമാർ മൈതാനിയിലാണ് നാടകം അവതരിപ്പിക്കുക. കുട്ടനല്ലൂർ സെന്റ് ജൂഡ് പള്ളിയിൽ വിശുദ്ധ യൂദാസ്ലീഹയുടെ ഊട്ടുതിരുനാളിനുള്ള പന്തലിന്റെ കാൽനാട്ട് നടന്നു. വികാരി ഫാദർ ഷൈജു കള്ളിയത്ത് വെഞ്ചിരിപ്പ് നിർവഹിച്ചു. തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായും ഇടവക അംഗങ്ങളും സന്നിഹിതരായിരുന്നു. ഒക്ടോബർ 1 ഊട്ടുതിരുനാൾ. PKS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്ന സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് വിദ്യാർത്ഥികളെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ചിന്ത ജെറൂം സന്ദർശിച്ചു. PKS ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. കേരള സർക്കാരിന്റെ വിശിഷ്ട സേവനത്തിന് അംഗീകാരം നേടിയ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KK രാജുവിനെ ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് KP ബിന്ദു, ജില്ലാ സെക്രട്ടറി KV രാജേഷ്, PA പുരുഷോത്തമൻ, PA ലിജുക്കുട്ടൻ, PV മണി, സുജാത സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസൺ യാക്കോബായ സുറിയാനി പള്ളിയിൽ 8 നോമ്പ് പെരുന്നാളിന് കൊടിയേറി. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തിങ്കൽ കൊടിയേറ്റം നിർവഹിച്ചു. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് 8 നോമ്പാചരണം. തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ TI രാധാകൃഷ്ണൻ ഫൗണ്ടേഷന്റെ ഓണക്കിറ്റുകൾ കുഴൂർ പഞ്ചായത്തിൽ വിതരണം ചെയ്തു. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നളിനി രാധാകൃഷ്ണൻ, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യർ, വൈസ് പ്രസിഡന്റ് MA ജോജോ, ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി OP ബാലൻ, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ആൻസി വർഗീസ്, BK വിബീഷ്, നിതാ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെങ്ങാമുക്ക് ഹൈസ്കൂൾ മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ മാസം 28 നടക്കും. പൂർവ്വകാല അധ്യാപകരെ ചടങ്ങിൽ ആദരിക്കും. ഫിനാൻസ് കമ്മിറ്റി കൺവീനർ VK മുഹമ്മദ് സ്വാഗത പ്രസംഗം, ട്രഷറർ NR രജീഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ പത്മരാജൻ സ്മൃതി സംഘടിപ്പിച്ചു. എഴുത്തുകാരി രാജ്കുമാരി വിനോദ് അധ്യക്ഷയായ പരിപാടിയിൽ ഉണ്ണി മേനോൻ മുഖ്യ അതിഥിയായി. P വിനോദ്, ഡോക്ടർ പ്രീതൻ, സതീഷ് കുമാർ വിശാഖപട്ടണം, രാജേഷ് P മേനോൻ, MK മഞ്ജു, അനിൽകുമാർ കോലഴി എന്നിവർ പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചു. പത്മരാജന്റെ ജീവിതകഥ പറയുന്ന കടൽക്കാറ്റിലൊരു ദൂത് ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു. ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, സാഹിതി ചെയർമാൻ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭ കൃഷിഭവൻ സംഘടിപ്പിക്കുന്ന ഓണച്ചന്തയ്ക്ക് തുടക്കമായി. നഗരസഭാ ചെയർമാൻ AH അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ P യതീന്ദ്രദാസ്, രഞ്ജിത് കുമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വാഴ്ച വരെയാണ് വിപണി പ്രവർത്തിക്കുക. കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷനായി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു, പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് K ചന്ദ്രശേഖരൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് തുടങ്ങിയവർ സംസാരിച്ചു.
കുണ്ടുകാട് അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണാഘോഷം ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ജോസഫ് പൂമല അധ്യക്ഷനായി. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ പി രാമചന്ദ്രൻ, ഡയറക്ടർമാരായ ജോൺസൺ മല്ലിയത്ത്, ജെയ്സൺ മാത്യു, KR സന്ദീപ്, കുട്ടൻ മച്ചാട്, വർഗീസ് വാഗയിൽ, JC സാജൻ, AI സബീല, രാധിക പുഷ്പാകന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ ഗേത് മസ്തൂർ യൂണിയന്റെ നേതൃത്വത്തിൽ മണലൂർ മണ്ഡലത്തിലെ കാരമുക്കിൽ കർഷക തൊഴിലാളികളെ ആദരിച്ചു. സംസ്ഥാന സെക്രട്ടറി VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് VV വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ MP CN ജയദേവൻ, രാകേഷ് കണിയാമ്പറമ്പിൽ, VR മനോജ്, PS ജയൻ, TC മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,950 രൂപ, പവന് 1,19,600. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണിയിൽ പച്ചക്കറികളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുതിച്ചുയർന്നു. ഹോർട്ടികോപ്പ് വഴി പച്ചക്കറി സംഭരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ആക്ഷേപം. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തിരുവോണം വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. തൃശൂരിൽ നാളെ യെല്ലോ അലർട്ട്. ദേശമംഗലം തലശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികൾ ഷോക്കേറ്റ് മരിച്ചു. അസം സ്വദേശികളായ ഷെഫീഖുൽ, ഭാര്യ റുക്സാന എന്നിവരാണ് മരിച്ചത്. ഇരുവർക്കും ഷോക്കേറ്റത് കോഴി ഫാമിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന വൈദ്യുതി വേലിയിൽ നിന്ന്. വാണിയമ്പാറയിൽ ആംബുലൻസിൽ 1/4 കിലോയോളം MDMA കടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. പ്രതി റിയാസിനെ പിടികൂടിയത് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നിന്ന്. സ്വന്തമായി വാഹനമില്ലാതെ വലഞ്ഞ് അന്തിക്കാട് എക്സൈസ് ഉദ്യോഗസ്ഥർ. വാഹനം കട്ടപ്പുറത്തായിട്ട് 1.5 വർഷം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.